ഹലോ എല്ലാ കൂട്ടുകാർക്കും ദ പാഷനേറ്റ് ലേഡിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. അപ്പോൾ ഇത് എനിക്ക് പേഴ്സണലി കുറച്ച് ഇമോഷണലായൊരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, എൻ്റെ ടെക് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ശ്രീകാര്യത്ത് വാടകയ്ക്ക് വീടെടുത്തത് എനിക്ക് ടെക്കിന് പോകണമെന്നുള്ളത് കൊണ്ടും അപ്പോൾ കോളേജിൻ്റെ അടുത്ത് പോകാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടും പിന്നെ കുഞ്ഞായിരുന്നല്ലോ ടൂട്ടു, അപ്പോൾ ഫീഡ് ചെയ്യാൻ കൂടെ വരാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ടെക് കഴിഞ്ഞപ്പോൾ ആ ശ്രീകാര്യത്തുള്ള വീട് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മെയ് 30-നാണ് നമ്മൾ ആ വീട് വിടുന്നത്. അപ്പോൾ അവിടുന്ന് സാധനമൊക്കെ പാക്ക് ചെയ്ത് രാവിലെ ഒരു പിക്കപ്പ് വിളിച്ച് കുറച്ച് സാധനങ്ങളെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ താമസമായപ്പോൾ. കാര്യം എന്താണെന്ന് നമുക്കറിയാമായിരുന്നു, നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കാൻ പോവുകയല്ലല്ലോ, 2 വർഷത്തേക്ക് മാത്രമല്ലേ. അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം ഈ പിക്കപ്പിൽ നമ്മൾ കയറ്റി വിട്ടു. പിന്നെ കുറച്ച് സാധനങ്ങൾ നമ്മൾ നമ്മുടെ കാറിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര സാധനമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു വീട്ടിൽ സത്യത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, ആക്ച്വലി ആ വീട് എന്ന് പറയാൻ എനിക്ക് വലിയ ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ എന്ന് വെച്ചാൽ അതിന് ചുറ്റുമൊന്നും വലിയ വൃത്തിയൊന്നുമില്ല. ഈ ആൾക്കാർ വേസ്റ്റ് അവിടെ പൈസ കൊടുത്താലല്ലേ വേസ്റ്റ് എടുത്തിട്ടുണ്ട് പോകത്തുള്ളൂ. അപ്പോൾ കാര്യം കുറച്ച് കുഞ്ഞു സ്ഥലങ്ങളല്ലേ അവർക്കുള്ളൂ, പ്രോപ്പർട്ടീസല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേസ്റ്റൊക്കെ അവിടെ ഈ ആൾ താമസമൊന്നുമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വേസ്റ്റൊക്കെ ഇട്ട് വൃത്തിയുടെയൊക്കെ ആയിരുന്നു. പക്ഷെ ആ വീടിനുള്ളിലെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, എൻ്റെ ടുട്ടുവിൻ്റെ എല്ലാ മൈൽ സ്റ്റോണും അവൾ അച്ചീവ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ വന്നിട്ടാണ്. നമ്മൾ ഈ വീട്ടിൽ വരുന്നത് സെപ്റ്റംബർ 11, 2022-നാണ്. ആ സമയത്ത് അവൾക്ക് ആകെ 3 മാസവും 11 ദിവസവും മാത്രമായിരുന്നു പ്രായം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രമാത്രം നമ്മൾ പോകുന്നത്. അവൾക്ക് കറക്റ്റ് മെയ് 30-ന് നമ്മൾ പോകുന്നു, 31-ന് നമ്മൾ പോകുന്നു, ജൂൺ 1-ന് അവൾക്ക് 1 വയസ്സ് 2 വയസ്സാവും. അപ്പോൾ അതുവരെയുള്ള എല്ലാ മൈൽ സ്റ്റോണും, അതുവരെ ആണല്ലോ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്, എല്ലാം അവൾ അവിടെ ആ ഒരു വീട്ടിലാണ് അച്ചീവ് ചെയ്തിട്ടുള്ള. പിന്നെ ഞാൻ, ചേട്ടൻ, ടുട്ടു അടങ്ങുന്ന ഒരു കുഞ്ഞ് ഫാമിലി, നമ്മൾ മാത്രമുള്ള നമ്മുടെ സ്വകാര്യതയായിരുന്നു ആ വീടെന്ന് പറയുന്നത്. അപ്പം അത്രയും ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വീട് തന്നെയാണ് അത്. അതുപോലെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് വേറെ എവിടെയും നമ്മൾ പോയാലും കാണത്തില്ല. കാര്യം ടുട്ടു ഒരു മെയിൻ ഫാക്ടറാണ്, അവളുടെ മൈൽ സ്റ്റോൺസ്. പിന്നെ ഞാൻ, ചേട്ടൻ, ടുട്ടു ഒരു ഫാമിലി ആയതിനു ശേഷം നമ്മൾ ഒറ്റയ്ക്ക്, അതായത് താമസിക്കുന്ന ഇവിടെയാണ്. അപ്പോൾ നമ്മുടേതായ സ്വകാര്യതകൾ, നമ്മളുടേതായ സന്തോഷങ്ങൾ, നമ്മളേതായിട്ടുള്ള വിഷമങ്ങളെല്ലാം ഈ ഒരു വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു. അപ്പോൾ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ചിരിച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. പിന്നെ നമ്മുടെ നൈബേഴ്സ് നല്ല ആൾക്കാരായിരുന്നു. അപ്പോൾ നൈബേഴ്സിനെയൊക്കെ നമ്മൾ മിസ് ചെയ്യും. പിന്നെ എൻ്റെ അടുക്കള ഞാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുന്ന എൻ്റെ അടുക്കള, അപ്പോൾ അതെല്ലാം എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴും ഇവിടെ ബാംഗ്ലൂർ വന്നിട്ടായാലും എപ്പോഴും പറയുന്നത് ചേട്ടൻ്റെ അടുത്ത് ശ്രീകാര്യത്തെ കാര്യങ്ങളാണ്. അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബോറടിച്ച് നമ്മൾ കാർ എടുത്തുകൊണ്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ പോകും. രാത്രിയൊന്നുമില്ല, പാതിരാത്രിയൊന്നുമില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള വീടാണ്. ഞാൻ ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ ഇത് യൂട്യൂബിൽ ഇട്ടത് വേറൊന്നും കൊണ്ടല്ല, വർഷങ്ങൾ കഴിഞ്ഞാലും എൻ്റെ ഗാലറിയിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയാലും എന്താണ്, ഒരു മിനിറ്റ്, യൂട്യൂബിൽ എന്നും അതുണ്ടായിരിക്കുമല്ലോ. ഞാൻ എത്ര വയസ്സായാലും എനിക്കത് എടുത്ത് വെച്ച് കാണാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് ഇടുന്നത്. ഇത് എത്ര പേര് കാണുമെന്നൊന്നും പറഞ്ഞിട്ടല്ല ഞാൻ ഇടുന്നത്. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ എനിക്കൊരു സംതൃപ്തി, പിന്നെ എൻ്റെ ലൈഫിൻ്റെ ഒരു അപ്ഡേറ്റ് നിങ്ങളെ കൂടി അറിയിക്കുന്നത്. പിന്നെ ആ ദിവസങ്ങളിലൊന്നും അമ്മ ഇല്ലായിരുന്നു നമ്മളുടെ കൂടെ. കാര്യം അച്ഛൻ വന്നതുകൊണ്ട് നമ്മളുടെ വീട്ടിൽ, അമ്മയുടെ സ്വന്തം വീട്ടിൽ പോയിരുന്നു. അതായത് എൻ്റെ വീടുണ്ടല്ലോ, അച്ഛനമ്മ ഞാൻ ചേച്ചി ചേരുന്ന വീട്, അവിടെ ആയിരുന്നു. പിന്നെ രാവിലെ വന്നു, കാര്യം എനിക്ക് കോളേജിൽ പോകാനുള്ളത് കൊണ്ട് അമ്മ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും ഉണ്ടായിരുന്നല്ലോ. ഇടയ്ക്കിടയ്ക്ക് അമ്മ മുങ്ങുമെങ്കിലും അമ്മയും ആ വീട്ടിലെ ഒരു മെമ്പർ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അമ്മയും ഉണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന ദിവസം.
പിന്നെ അവിടെ നിന്ന് എല്ലാവരുടെ അടുത്തും നൈബേഴ്സിൻ്റെ അടുത്തൊക്കെ ടാറ്റാ ബൈ ബൈ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. ഇനി ഇടയ്ക്ക് വരുമ്പോഴേക്ക് കയറാം എന്നൊക്കെ പറഞ്ഞ് മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് വീട്ടിലോട്ടല്ല, പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലോട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ നമ്മൾ താമസിച്ച വീട്ടിൽ നിന്ന് കോളേജിലോട്ട് പോകുന്ന ആ ഒരു വഴിയിലൂടെയാണ്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ വഴികളും. ഈ ഒരു 2 വർഷമാണെങ്കിലും ഒരുപാട് ഓർമ്മകളുള്ള ഒരു ടൈമായിരുന്നു അതൊക്കെ. ഇപ്പോഴും നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നതും ശ്രീകാര്യം മീൻസ് ചാവടിമുക്ക ഒരു വീടും കാര്യങ്ങളുമൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ബാംഗ്ലൂരിലോട്ട് ഇപ്പോൾ ഷിഫ്റ്റായി. കാര്യം ജോലി, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ചെറിയ ജോലി കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാനും ടുട്ടും ചേട്ടൻ്റെ അമ്മയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചേട്ടനും നോക്കുന്നുണ്ട് ബാംഗ്ലൂർ. അപ്പോൾ വേഗം എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോയി നേരെ നമ്മൾ എൻ്റെ അമ്മേനെ വീട്ടിലും ആക്കി നമ്മൾ നേരെ ചേട്ടൻ്റെ വീട്ടിലോട്ടും പോവും. നമ്മുടെ തറവാടിലും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കൂടെ നമ്മളവിടെ പോകും ബോറടിച്ചിരിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെയാണ്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോസുകൾ കാണാനായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ.